Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം എന്താണ് സോഫ്റ്റ്വെയർ എന്നല്ലേ. എ സോഫ്റ്റ്വെയർ ഓർ എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എസെൻഷ്യലി എ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് എനേബിൾ ദ യൂസർ to perform some particular specific task or actually used to operate their computer. നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാമുകൾ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ് ശരിക്കും നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി ഡയറക്ട്സ് all of the peripherals devices on the entire computer system what exactly to do and how exactly to perform a task. കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡിവൈസുകളുണ്ട്. ഈ ഹാർഡ്വെയർ ഡിവൈസുകൾ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസുകളാണ് നമ്മളെ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ. കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU, ഹാർഡ് ഡിസ്ക്, റാം അല്ലേ, ഇതൊക്കെ ഹാർഡ്വെയർ ഡിവൈസുകളാണ്. ഈ ഡിവൈസുകൾ നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസുകളാണ് നമ്മുടെ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. എ സോഫ്റ്റ്വെയർ പ്ലേസ് എ കീ റോൾ ഓഫ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇൻ ദി ആബ്സെൻസ് ഓഫ് സോഫ്റ്റ്വെയർ എ യൂസർ എസെൻഷ്യലി കാൺ ഡു പെർഫോം എനി ടാസ്ക് ഓൺ എ കമ്പ്യൂട്ടർ അല്ലേ. നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മോണിറ്റർ, അതുപോലെ ഹാർഡ് ഡിസ്ക്, റാം ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്ന് വിചാരിക്കുക. നമ്മുടെ എന്താണ് വായിസ് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ല എന്ന് വിചാരിക്കുക. നമ്മൾ വിൻഡോസോ ലിനക്സോ ഒന്നുമില്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹാർഡ്വെയർ ഡിവൈസുകളെ വർക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെയും യൂസറുടെയും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കുക എന്നാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ റോള്. എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്പ് കമ്പനി ഈസ് ദ വൺ വിച്ച് ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഫോർ ദി യൂസേഴ്സ്. Generally, there are two main classification of software which are namely system software and application software. ഈ സോഫ്റ്റ്വെയറുകൾ മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും മറ്റൊന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇനി എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ആവശ്യമായ അല്ലെങ്കിൽ സിസ്റ്റത്തിന് ആവശ്യമായ സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മൾ ഹാർഡ്വെയർ ഡിവൈസുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയറുകളാണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ഇനി വേർഡിങ്സിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇൻ ദി കേസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇറ്റ് ഹെൽപ്പ് ദ യൂസേഴ്സ് ആസ് വെൽ ആസ് ദി ഹാർഡ്വെയർ ടു ഫങ്ഷൻ ആൻഡ് ഈവൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ഈസിലി. അതായത് ഹാർഡ്വെയർ ഡിവൈസുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണെന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മളെ മൗസ് എങ്ങനെ വർക്ക് ചെയ്യണം, കീബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണം, ഹാർഡ് ഡിസ്ക് എങ്ങനെ വർക്ക് ചെയ്യണം, റാം എങ്ങനെ വർക്ക് ചെയ്യണം, മോണിറ്റർ എങ്ങനെ വർക്ക് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസുകൾ ആണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. എസെൻഷ്യലി ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ which is used to manage the behavior of the computer hardware in order to offer basic functionalities which are needed by the user. In simple word, it can be said that system software is essentially an intermediate or even a middle layer between the user as well as the hardware. ഹാർഡ്വെയറിൻ്റെയും യൂസറും ഇടയിൽ മീഡിയേറ്ററായി വർക്ക് ചെയ്യുന്ന സാധനമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാർട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാർട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് അത്യാവശ്യമാണ്. അതെല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ടും ഉള്ളത്. These software sanction an environment or a platform for the other software
ടു ഈസിലി വർക്ക് ഇൻ. അതായത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾക്ക് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഞാൻ രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർ പറഞ്ഞല്ലോ, ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. കാരണം സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മളെ സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. പക്ഷേ നമ്മളിപ്പോൾ വേർഡ് MS വേർഡ് എന്നൊരു ഒരു പ്രിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് നമ്മൾ ഒരു MS വേർഡായിട്ട് പവർ പോയിൻ്റ് അതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഈ സോഫ്റ്റ്വെയർ മുഖേന നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നേരിട്ട് പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രിൻ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻ്റർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രിൻ്ററിനെ കൊണ്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുകൂടി നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടിയാണ്. Okay, hence it is the reason why the system software is quite important in the management of the entire computer system. Whenever you turn on the computer first, it is this system software which gets initialized and then gets loaded in the system memory. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് സ്ക്രീനകത്ത് ഒരുപാട് എഴുത്തുകൾ മുകൾക്ക് പോകുന്ന കാണാം. നമുക്ക് ലിനക്സ് ആണെങ്കിലും വിൻഡോസ് ഒക്കെ ആണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മൊമെൻറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വിൻഡോസ് 7 അല്ലെങ്കിൽ ലിനക്സെന്നോ എന്തെങ്കിലും നമുക്ക് ലോഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്തായിരിക്കും? സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരിക്കും. അത് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഡിവൈസുകളുണ്ട്. റാം, റോം, CPU അല്ലേ, അതുപോലെ തന്നെ കീബോർഡ്, കുറച്ച് അത്യാവശ്യമായ ഡിവൈസുകളുണ്ട്. ഈ ഡിവൈസുകളെല്ലാം കണക്റ്റഡ് ആണോ, പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുകയാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടി. മനസ്സിലായോ? അപ്പോൾ അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഡിവൈസുകളൊക്കെ ഉണ്ടോ എന്ന് ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അത് ഹാർഡ്വെയറുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നമ്മുടെ CPU ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വർക്കിംഗ് ആണെന്ന് നോക്കണം. റാം വർക്കിംഗ് ആണെന്ന് നോക്കണം. റോം വർക്കിംഗ് ആണെന്ന് നോക്കണം. ഹാർഡ് ഡിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ലോഡ് ചെയ്യാൻ ആവശ്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എ സിസ്റ്റം സോഫ്റ്റ്വെയർ എസെൻഷ്യലി ടേൺ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ബൈ ദി എൻഡ് യൂസർ. Due to this reason, the system software is known as popularly as low-level software. Okay. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ഒന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്കറിയാം അല്ലേ, നമ്മളതിനെക്കുറിച്ച് പഠിച്ചതാണ്. കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൽ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോട്ടോ. Being a prominent example of system software is essentially a collection of software which handle resources as well as offers general services of various other applications which actually run over them. There are different types of operating systems like embedded, real-time, distributed, single user, multi-user, mobile, internet and much more. നമുക്കറിയാം അല്ലേ, ഒരുപാട് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. റിയൽ ടൈം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ട്, സിംഗിൾ യൂസർ ഉണ്ട്, അതുപോലെ തന്നെ മൊബൈലിലേക്കുള്ള വേറെ iOS രൂപത്തിലുള്ള വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് സർവീസസ് ഡെവലപ്പ് ആപ്സ് ടു ഓപ്പറേറ്റ് ഓൺ എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ആൻഡ്രോയിഡ് ആൻഡ് iOS. ഇനി ഒരു എക്സാമ്പിൾസാണ് കൊടുത്തത്. OSനുള്ള എക്സാമ്പിളുകൾ വിൻഡോസ്, അതുപോലെ മാക് OS, ലിനക്സ്. നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ ഡിവൈസ് ഡ്രൈവർ അല്ലെ, ഡിവൈസ് ഡ്രൈവർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് ടൈപ്പുള്ള സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്. ഡിവൈസ് ഡ്രൈവർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ഡിവൈസുകളെ ഡ്രൈവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് CPU, റാം, റോം, ഹാർഡ് ഡിസ്കുകൾ, കീബോർഡുകൾ, മൗസുകൾ, മോണിറ്റർ, അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റർ, സ്കാനർ, നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യണം, ഡ്രൈവ് ചെയ്യുക. അതിനെ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ. എങ്ങനെ കീബോർഡ് വർക്ക് ചെയ്യണം അതിനാവശ്യമായ സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ.
മനസ്സിലായി, അല്ലെങ്കിൽ അതിൻ്റെ ഡിവൈസ് ഡ്രൈവർ. This type of software control particular hardware which is essentially attached to the system. നമ്മൾ സിസ്റ്റമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓരോ ഹാർഡ്വെയറിനെയും കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എന്ത്, ഡിവൈസ് ഡ്രൈവർ. നിങ്ങളൊരു പെൻ ഡ്രൈവ് നിങ്ങൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് എഴുതി കാണിക്കും അല്ലേ, യു ആർ റെഡി ടു യൂസ് ദിസ് ഹാർഡ്വെയർ, എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് തരും. അതായത് അതിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൻ്റെ ഡിവൈസ് ഡ്രൈവർ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിനെയും വർക്ക് ചെയ്യിപ്പിക്കാൻ ഡിവൈസ് ഡ്രൈവേഴ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ മൗസ് ആണെങ്കിൽ കീബോർഡ് ആണെങ്കിലും എങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുള്ളതിൻ്റെ ഡിവൈസ് ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ആവശ്യമുണ്ട്. ബേസിക്കലി നമ്മുടെ ഓയസിൻ്റെ കൂടെ അതെല്ലാം ഉണ്ടാവും, അതുകൊണ്ട് സെപ്പറേറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ചില കേസുകളിൽ ഇപ്പോൾ നിങ്ങളൊരു പുതിയ പ്രിൻ്റർ വാങ്ങി, സ്കാനർ വാങ്ങി, ഒരു വെബ് ക്യാമറ വാങ്ങി, അതൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ വെബ് ക്യാമറയിൽ HP-യുടെ ഒരു പ്രിൻ്റർ വാങ്ങി, അല്ലെങ്കിൽ കാനോണിൻ്റെ പ്രിൻ്റർ വാങ്ങി. ആ കാനോണിൻ്റെ പ്രിൻ്റർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നോ അല്ലെങ്കിൽ HP-ൻ്റെ പ്രിൻ്റർ എങ്ങനെ വർക്ക് ചെയ്യണമെന്നോ നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയില്ല, സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിന് ഡിവൈസ് ഡ്രൈവർ നമുക്ക് നെറ്റിന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള CD നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ കീബോർഡ്, മൗസ്, മോണിറ്റർ രൂപത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസുകളുടെ എല്ലാ ഡിവൈസ് ഡ്രൈവറുകളും നമ്മുടെ OS-നകത്ത് തന്നെ ബിൽട്ടിൻ ആയിരിക്കും, ഓക്കെ, ഉണ്ടാവും. ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ഡിവൈസസ് വിച്ച് റിക്വയർ എ ഡ്രൈവർ ടു കണക്ട് to the system easily consist of display, printers, sound cards, hard disk, keyboard and mouse etc. Few examples of such drivers are, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസ് ഡ്രൈവറുടെ എക്സാമ്പിളുകളാണ്. ബയോസ് ഡ്രൈവർ ഉണ്ട്, മദർ ബോർഡിൻ്റെ ഡ്രൈവർ, ഡിസ്പ്ലേ ഡ്രൈവർ, റോം ഡ്രൈവർ, പ്രിൻ്റർ ഡ്രൈവർ, USB ഡ്രൈവർ, സൗണ്ട് കാർഡ്, VGA ആണ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ഡ്രൈവറുകളൊക്കെ ആണ് ഒരു സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് ഈ ഡ്രൈവറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ ഇതൊക്കെ നമ്മൾ OS-ൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് എന്താണ് നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, പുതിയത് വാങ്ങുന്ന നമ്മൾ പ്രിൻ്ററുകളാണ്, സ്കാനറുകൾ, വെബ് ക്യാമറകൾ പോലത്തെ ഡിവൈസുകൾക്ക് നമ്മൾ ഡിവൈസ് ഡ്രൈവറുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ. ഇറ്റ് ഈസ് ആക്ച്വലി എ പെർമനൻറ്റ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദി സിസ്റ്റം റീഡ് ഓൺലി മെമ്മറി. It is essentially a set of instructions which are permanently stored onto the hardware device. അല്ലേ, ഇതൊരു എന്താ പറയുക, ഒരു പെർമനൻ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം, പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ്. പെർമനൻ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് റോമിനകത്താണ്, സാധാരണ ഹാർഡ് ഡിസ്കിനകത്തുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കേസിൽ ഫേംവെയർ പറയുന്നത് റോമിനകത്ത്, റീഡ് ഓൺലി മെമ്മറിക്കകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇറ്റ് ഈസ് എസെൻഷ്യലി എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിച്ച് ആർ പെർമനൻ്റ്ലി സ്റ്റോർഡ് ഇൻ ടു ദി ഹാർഡ്വെയർ ഡിവൈസ്. ഇറ്റ് ഓഫേഴ്സ് വൈറ്റൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹൗ എ പർട്ടിക്കുലർ ഡിവൈസ് ഇൻട്രാക്ട് വിത്ത് ദി ഡിഫറെൻറ്റ് അതർ ഹാർഡ്വെയർ. അതായത് ഈ ഒരു എക്സാമ്പിൾ, ഫേംവെയർ നമ്മുടെ എക്സാമ്പിളാണ് ബയോസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഡിവൈസുകളും കണക്റ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചുക നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത്. അതിലൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് പെർമനൻ്റ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറാണ് ഫേംവെയറുകൾ. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, പെർമനൻ്റ് മാത്രമല്ല, വിച്ച് ഈസ് എംബഡഡ് ഇൻ ദി സിസ്റ്റം റീഡ് ഓൺലി മെമ്മറി. റാമിനകത്ത്, റീഡ് ഓൺലി പറഞ്ഞാൽ റാമിനകത്ത് എംബഡ് ചെയ്തിട്ടുള്ള, റാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റാമിനകത്ത് പെർമനൻ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഫേംവെയറുകൾ. ഈ ഫേംവെയറുകളാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ചില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ബയോസിലെ പ്രോഗ്രാമുകൾ. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറേ സെറ്റിങ്സുകൾ, കാര്യങ്ങൾ, എൻ്റെ ഡിവൈസിൻ്റെ കോൺഫിഗറേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനമാണ് ബയോസ്. അത് കുറച്ചുകൂടി ഹാർഡ്വെയർ ലെവലുള്ള സംഭവമാണ്. നമുക്കതിലേക്ക് അത്ര പോകണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പെരിഫറൽസ്, എംബഡഡ് സിസ്റ്റംസ്, ഇതെല്ലാം ഫേംവെയറുകൾക്ക് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ. ദി സോഫ്റ്റ്വെയർ ആർ ഡിസൈൻഡ് ടു അസിസ്റ്റ് ഇൻ അനാലിസിസ് ആസ് വെൽ ആസ് ഒപ്റ്റിമൈസിങ്
along with configuring and maintaining a given computer system. അല്ലേ, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ അസിസ്റ്റ് ചെയ്യുന്ന അനാലിസിസിനും അതുപോലെ തന്നെ ഒപ്റ്റിമൈസിനും അതുപോലെ തന്നെ കോൺഫിഗർ ചെയ്യാനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ ഇതിൻ്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റിവൈറസുകളൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. വൈറസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ കില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരും. ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ ലൈക്ക് ഡിസ്ക് ക്ലീനപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസ്, ആൻറ്റിവൈറസ്, ഡീഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് കംപ്രഷൻ ടൂൾസ് എക്സെട്ര. അതായത് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ക്ലീൻ ആക്കുക, നമ്മുടെ അതായത് ഹാർഡ് ഡിസ്കിനകത്തൊക്കെ യൂസ് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ റൂമിനകത്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് ഫസ്റ്റ് ബെഞ്ചിലൊരു 4 ബുക്ക്, ബാക്ക് ബെഞ്ചിലൊരു 5 ബുക്ക്, അതുപോലെ തന്നെ സെൻട്രൽ ബെഞ്ച് 2 ബുക്ക്, അങ്ങനെയൊക്കെ വെച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ഫുള്ള് ബുക്ക് വെച്ച് എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ബുക്കുകളും എടുത്തിട്ട് ഓർഡറായിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കി എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ ബെഞ്ചുകളും നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനകത്ത് മെമ്മറികൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്, അവിടെയും ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഓർഡർ ആക്കിയിട്ട് പ്രോപ്പറായിട്ട് ഉള്ള സ്പേസിൽ വൃത്തിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പേസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായി? അങ്ങനെ അതാണ് ഡീഫ്രാഗ്മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കംപ്രഷൻ ടൂൾസ്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കംപ്രസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. കംപ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ സഹായിക്കുന്ന ടൈപ്പുള്ള സോഫ്റ്റ്വെയർസാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള സോഫ്റ്റ്വെയർസ് കാണാൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇത് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്, ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് അതുവരെ നമ്മളില്ല പറഞ്ഞല്ലേ, അതൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. സം ഓഫ് ഇറ്റ്സ് എക്സാമ്പിൾസ് ആർ ആൻറ്റിവൈറസുകൾ അല്ലേ. വിൻറാർ സിപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. വിൻസിപ്പ് സിപ്പ് ചെയ്യാനുള്ളതാണ്. പ്രിൻറ്റ് ഫോം ക്ലീനേഴ്സ് അല്ലേ, നമുക്കറിയാം. വിൻഡോസ് ഫയൽ എക്സ്പ്ലോറർ, ഡയറക്ടറി, ഓപ്പസ്, അതുപിന്നെ റേസർ, കോർട്ടക്സ്, ഇതെല്ലാം എന്താണ് കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആൻറ്റിവൈറസുകളാണ്, അല്ലെങ്കിൽ വിൻസിപ്പ് കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ ഇത്രയും 4 ടൈപ്പിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് അപ്ലിക്കേഷൻ? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എൻഡ് യൂസർ, നമ്മളെ മാതിരിക്കുള്ള ആളുകൾക്ക് ഉള്ള സോഫ്റ്റ്വെയർസാണിത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഒരു എന്താവും, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആവും. ഓക്കെ. There are also popularly known as end user programs അല്ലേ. end user ആണെങ്കിൽ നമ്മൾ, or even productivity programs which assist the user in completing various tasks like conducting online research, making notes, designing graphics, maintaining accounts, carry out and calculation or even playing computer games. ഇതൊക്കെ എന്തിനുള്ളതാണ്, ഒരു യൂസർക്കുള്ളതാണ്. കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഈ സംഭവം ഉണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് സിസ്റ്റം പെർഫോമൻസിനെ ബാധിക്കില്ല. പക്ഷേ ഇതെല്ലാം ബാധിക്കുന്ന ആർക്കും എൻഡ് യൂസർക്കാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ അത് എൻഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ലെങ്കിലും അത് സിസ്റ്റത്തിന് അത്യാവശ്യമാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളും ഡിവൈസ് ഡ്രൈവറുകളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമാണ്. പക്ഷേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള സംഭവമാണ് എന്ത്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദേ എസെൻഷ്യലി ലൈ അബൌവ് ദി സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ടോപ്പിലാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ടോപ്പിലാണ്. ദേ ആർ actually used by the end user as well as have specific functionality or task which they are designed to perform. These software are often developed through custom software development based on the requirement of the user. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസർ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക.
മനസ്സിലായോ? യൂസർ എന്താണോ ആവശ്യപ്പെടുന്നത് അതേമാതിരിക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ കാരണം ഇത് യൂസർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓരോ യൂസർക്കും ഓരോ നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക, അതേ രൂപത്തിൽ ഒരു റിക്വയർമെൻറ്റ്സുകളായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിലുള്ള സം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വേർഡ് പ്രോസസ്സേഴ്സ്. വേർഡ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രോസസ്സ് ചെയ്യുക, അതായത് ഡോക്യുമെൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് വേർഡ് പ്രോസസ്സേഴ്സ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താണ് വേർഡ് പ്രോസസ്സേഴ്സ് എന്നുള്ളത്. നമുക്ക് സാധാരണ ഡോക്യുമെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ് റൈറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസിലാണെങ്കിൽ MS വേർഡ് ഉണ്ട്, ലിനക്സിലാണെങ്കിൽ അബി വേർഡ് ഉണ്ട്, കെ വേർഡ് ഉണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസുകൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. സച്ച് ആപ്ലിക്കേഷൻ ആർ മെയിൻഡ് ഫോർ ഡോക്യുമെൻറ്റേഷൻ. ഇറ്റ് ആൾസോ അസിസ്റ്റ് ഇൻ സ്റ്റോറിങ് ആസ് വെൽ ആസ് ഫോർമാറ്റിംഗ് ആൻഡ് ഈവൻ പ്രിൻറ്റിങ് ഓഫ് ദി ഡോക്യുമെൻറ്റ്സ്. ഈ ടൈപ്പുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റകൾ ഡോക്യുമെൻ്റ് രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമുക്കറിയാം, MS വേർഡ്, ആപ്പിൾ iWork പേജസ്, കോറൽ വർക്ക് പെർഫെക്റ്റ്, ഗൂഗിൾ ഡോക്സിലെ, അതുപോലെ തന്നെ അബി വേർഡ്, കെ വേർഡ് രൂപത്തിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസുകൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റകളെ നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലേ, അതിന് പകരം ഡാറ്റകൾ നമ്മൾ ഓർഡറായിട്ട് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകൾ. ഇപ്പോൾ ഈ പ്രോഗ്രാമേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ രജിസ്റ്റർ ഉണ്ടല്ലോ, അറ്റൻഡൻസിനൊക്കെ രജിസ്റ്റർ, അതിനകത്ത് സ്റ്റുഡൻ്റ് റോൾ നമ്പർ ഉണ്ടാവും, പേരുണ്ടാവും അല്ലേ, പിന്നെ ഓരോ ദിവസം അറ്റൻഡൻസുകളൊക്കെ ഉണ്ട്. ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ടേബിൾ ഫോർമാറ്റ് സ്റ്റോർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ടേബിൾ ഫോർമാറ്റുകളൊക്കെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും അത് ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനും അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സോഫ്റ്റ്വെയർസാണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിൽ പറയട്ടോ. ആ രൂപത്തിലുള്ള സോഫ്റ്റ്വെയർസാണ് ഇത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ്. നമുക്കറിയാം MS ആക്സസിലൊക്കെ നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. നിങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്ററിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന രൂപത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റോൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ റോൾ നമ്പറിൽ ആ കുട്ടീൻ്റെ പേര് എന്താണ്, അതുപോലെ തന്നെ എത്ര ദിവസം കുട്ടി വന്നു, അല്ല അറ്റൻഡൻസ് ഒരു എന്താ പറയുക ഒരു റോയിൽ നമുക്ക് ഡാറ്റ കിട്ടും. അത് നിങ്ങൾ വേർഡിൽ MS വേർഡിലാണ് നിങ്ങൾ എഴുതി വെക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് മൊത്തം വായിച്ച് ഒരു 500 പേജ് ഉണ്ടെങ്കിൽ 500 പേജ് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് റോൾ നമ്പർ =10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ റോൾ നമ്പർ 10-ലുള്ള ഡാറ്റ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അങ്ങനെ ഫെസിലിറ്റികളൊക്കെ ഈ ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടാവും. ഓക്കെ, സച്ച് സോഫ്റ്റ്വെയർ അസിസ്റ്റ് ഇൻ ദി ഡാറ്റ ഓർഗനൈസേഷൻ. Some examples: MS Access, FileMaker, DBase, SQL Server, MySQL, FoxPro, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സിസ്റ്റം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. ദിസ് ഈസ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഏബിൾ ടു പ്ലേ, ക്രിയേറ്റ് ആസ് വെൽ ആസ് റെക്കോർഡ് ഇമേജസ്, ഓഡിയോ ഓർ ഈവൻ വീഡിയോ ഫയൽസ് അല്ലേ. മൾട്ടിമീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്നുള്ളത്. ഓക്കെ, ദീസ് സോഫ്റ്റ്വെയർ ആർ യൂട്ടിലൈസ് ഫോർ ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക്സ് ആസ് വെൽ ആസ് ഇമേജ് എഡിറ്റിംഗ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീഡിയോ, ഓഡിയോ, അതുപോലെ തന്നെ ആനിമേഷൻ ക്രിയേറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസാണ് എന്ത് ചെയ്യും നമ്മുടെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. മോർ ദാൻ 1 മീഡിയകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ത് നമ്മുടെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓഡിയോ, അതുപോലെ വീഡിയോ കട്ട് ചെയ്യുക, മെർജ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ്. ഇപ്പം നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ആനിമേഷൻ കൊടുക്കേണ്ടി വരും, അതിന് മോഡിഫൈ ചെയ്യേണ്ട വോളിയം, അതുപോലെ ഗ്രാഫിക്സ്, പിന്നെ ക്ലാരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഉള്ള ഫെസിലിറ്റിയുള്ള സോഫ്റ്റ്വെയർസാണ് നമ്മുടെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ്. നമുക്കറിയാം അവിടെ ഫോട്ടോഷോപ്പ് അല്ലേ. ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തൊക്കെയാണ് ഫെസിലിറ്റി ഉള്ളതെന്നുള്ളത്. അതിന് പിക്കാസ്, VLC മീഡിയ പ്ലെയർ ഉണ്ട്, വിൻഡോസ് മീഡിയ പ്ലെയർ ഉണ്ട്, വിൻഡോസ് മൂവി മേക്കർ ഉണ്ട്,
അതിലുപരി ഏറ്റവും നല്ലൊരു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറാണ് വണ്ടർഷെയർ ഫിലിമോറ. ഒരുപാട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു എന്താ പറയുക മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറാണ് ഫിലിമോറ. ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വെബ് ബ്രൗസേഴ്സാണ്. വെബ് ബ്രൗസേഴ്സ് എന്താ നമുക്കറിയാം അല്ലേ? വെബ് സൈറ്റുകൾ വ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് വെബ് ബ്രൗസർ. എക്സാമ്പിളാണ് നമുക്കറിയാം ഗൂഗിൾ ക്രോം ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, നെസ്കേപ്പ് നാവിഗേറ്റർ ഉണ്ട്, സഫാരി ഉണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ഒപ്പേര മിനി അല്ലെ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒപ്പേര കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒപ്പേര ആയിരിക്കും. ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്ന എന്താണ് നമുക്ക് വെബ്സൈറ്റുകളെ വ്യൂ ചെയ്യാനും അത് മുഖേന ഇപ്പോൾ വെബ്സൈറ്റുകൾ കണ്ടൻറ്റ് മാത്രമല്ല നമുക്ക് വെബ്സൈറ്റ് മുഖേന ഓഡിയോയും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റികളൊക്കെ ഇന്നത്തെ വെബ് ബ്രൗസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, web browsers assist the users in locating as well as retrieving data well across the web അല്ലേ അല്ലെങ്കിൽ വേൾഡ്. ദെൻ സം ഓഫ് ദി കീ എക്സാമ്പിൾസ് അല്ലേ ഗൂഗിൾ ഞാൻ പറഞ്ഞു അല്ലേ ഈ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസാണ് വെബ് ബ്രൗസേഴ്സിനുള്ളത്. ഇത്രയാണ് നമുക്കൊന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.